അപ്പോൾ ഗൈസ് കഴിഞ്ഞ സെറ്റപ്പ് വീഡിയോയിൽ ഞാൻ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ ഏകദേശം കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി അടുത്തത് അപ്ഗ്രേഡ് ആക്കാനുള്ളത് ഈ ഒരു മൈക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇപ്പോൾ ഉപയോഗിക്കാതെ വെച്ചിട്ട് പൂപ്പലൊക്കെ പിടിച്ചങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ പ്രോബ്ലം, ഇതൊരു സ്റ്റുഡിയോ മൈക്ക് ആയതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു മൈക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ മൈക്കൊക്കെ വരുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടാകുമ്പോൾ ഈ ഒരു മൈക്ക് ഓർഡർ ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബൈ നൗ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സാധനമൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ സാധനം എത്തും. എന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ആക്കിയത്. എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെയറും കാര്യങ്ങളൊക്കെ സ്ക്രാപ്പിൽ നിന്ന് എടുത്തതാണ്. ഏകദേശം ഒരു 500 രൂപയ്ക്ക് നമുക്ക് കിട്ടിയ സാധനമാണ്. ഇത് ഓൺലൈനിൽ നോക്കുമ്പോൾ ഒരു 5-6 അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് ചെറിയ പൈസ കിട്ടിയതുകൊണ്ട് ഇതെടുത്തിട്ട് റീസ്റ്റോറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ല രീതിക്ക് ക്ലീനൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് ഉണങ്ങാനൊക്കെ ഉണ്ട്. അതൊക്കെ ഉണങ്ങിയിട്ട് നമുക്ക് കുറച്ച് പെയിൻ്റ് അടി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ സാധനം ഇതാണ് വരുന്നത്. എന്തായാലും ഈ ഒരു സൈഡ് പൊട്ടിക്കേണ്ട പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും കീറി മുറിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും സമാധാനത്തിൽ ഊരി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന്. എന്തായാലും പാക്കിംഗ് ഒക്കെ കിട്ടിയില്ലാണ്. ഓക്കെ, എന്തായാലും നമ്മളെ മൈക്ക് നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ആക്കിയത്. എന്തായാലും നമുക്ക് പൊളിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന്. ഓക്കെ, ഇതിനൊരു കത്രി വേണം. നമുക്ക് എന്തായാലും കത്രി എടുത്തിട്ട് വരാം. ഈ കത്രി എടുക്കാനൊന്നും എനിക്ക് സാവധാനമില്ല. നമുക്ക് എന്തായാലും ബൈക്കിൻ്റെ കീ വെച്ച് പൊളിക്കാം. ഓക്കെ, അത് ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഓക്കെ, സാധനം എന്തായാലും പൊളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അയ്യോ, ഇവിടെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും എന്തൊക്കെയോ യൂസർ മാനുവലും കാർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ ആക്കി വേണം പോട്ട് പുല്ല്. അപ്പോൾ എന്തായാലും അടുത്തത് എന്തോ ഒരു സംഭവമാണ്. ഇതെന്താണിത്? എന്താ ഒരു സാധനം, അതെടുത്ത് കളയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേ കാലത്ത് ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും Type-C to USB കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കേബിൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മൈക്കും കാര്യങ്ങളൊക്കെ. ഇത് അവിടെ കാണുമ്പോൾ നല്ല വലിയ സാധനമാണ്, പക്ഷെ കയ്യിലെത്തിയിട്ട് ഭയങ്കര ചെറുതാണല്ലോ. കണ്ടോ, ഇവിടെ മ്യൂട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഹോളിയൊക്കെ കൂട്ടാനുള്ള സാധനമൊക്കെ ഉണ്ട്. കണ്ടിട്ട് പുതിയ സാധനമാണ്, ആരും ഉപയോഗിച്ച പോലെയൊന്നും ഇല്ല. എന്തായാലും ആമസോണിനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല, അതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മളെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ മൈക്ക് വെക്കാനുള്ളത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ പെട്ടിയിൽ നമുക്ക് കിട്ടിയത് ഈ ഒരു ട്രൈപോഡ്, അതുപോലെ തന്നെ നമ്മളെ മൈക്ക്, പിന്നെ കേബിൾ, ഇത്ര സംഭവമേ ഉള്ളൂ. പിന്നെ സ്റ്റാൻഡ് ഞാൻ ഓർഡർ ആക്കിയിട്ടില്ല. നമ്മൾ ഓൾറെഡി മൈക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ. പിന്നെ പെട്ടിയിൽ വേറൊരു സാധനമില്ല. പെട്ടി എന്തായാലും നമുക്കിവിടെ വെക്കാം. അപ്പോൾ എന്തായാലും സാധനം നമ്മളിവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിലൊക്കെ. പിന്നെ എന്തായാലും ഈ ഒരു കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഊരാം. ഇത് കണ്ടിട്ട് പുതിയ പ്രോഡക്റ്റ് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. എനിക്ക് ആമസോണിന് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ചിലപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്തതൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സാധനമൊക്കെ ഒറിജിനലാണ്, ആരും ഇതുവരെ യൂസ് ചെയ്തിട്ടാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് USB ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ Type-C to Type-C ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. എന്തായാലും വയറൊക്കെ അത്യാവശ്യം നല്ല നീളമുണ്ട്. നമുക്ക് എന്തായാലും ഇത് PC-യിൽ കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ തൽക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനലിലാണ് ഈ ഒരു സംഭവം കുത്തുന്നത്. ഓക്കെ, എന്തായാലും ഇതെന്താണിത്? സാധനം എന്തായാലും കുത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മൈക്ക് വർക്കായി. വീഡിയോക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ലോ ലൈറ്റിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നും തരത്തില്ല. ആകെ ഇവിടെ മാത്രമേ ഒരു ലൈറ്റ് ഉള്ളൂ, അതാണ് സീൻ. എന്തായാലും ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും സാധനം കിടിലാണ്. അത്യാവശ്യം ഇവിടുന്ന് തന്നെ സംസാരിക്കുമ്പോൾ അവിടെ വോയിസും കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു മൈക്ക് സ്റ്റാൻഡിൽ ഈ ഒരു സംഭവം വെക്കണം. എന്നിട്ട് നമ്മളെ വായൻ്റെ അടുത്ത് വെച്ചാൽ മാത്രമേ നമുക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് കിട്ടത്തുള്ളൂ. അതുപോലെ ഫ്രണ്ട് പാനലിലാണ് ഇപ്പോൾ മൈക്ക് കണക്റ്റ് ആക്കിയിട്ടുള്ളത്. അത് ബാക്ക് പാനലിലേക്ക് കണക്റ്റ് ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്യട്ടെ. നമ്മൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്ക് ഇവിടുന്ന് ഡിസ്കണക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് സൈഡിൽ ഒതുക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൈക്ക് ഇവിടുന്ന് ഊരിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. എന്നിട്ട് ഇതെടുത്ത് പെട്ടിയിലാക്കി വെക്കണം. ഇതിന് നമുക്ക് അത്ര യൂസ് ഇല്ല, പക്ഷേ യൂസ് ഉണ്ട്. എന്നാലും ഇതിൻ്റെ അത്ര യൂസ് ഇനി ഈ മൈക്കിന് വരത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ഊരിയെടുക്കാൻ ആദ്യം ഈ ഒരു പോപ്പ് ഫിൽറ്റർ നമുക്ക് ഊരിയെടുക്കണം. ഈ പോപ്പ് ഫിൽറ്ററൊക്കെ ഊരി വെക്കണം. ഇതെന്തായാലും നമുക്ക് ഇവിടെ ചേർന്ന വിധ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈ മൈക്ക്
ഊരി എടുക്കുന്നത് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാം. അതിങ്ങനെ തിരിച്ച് ഊരി എടുക്കാം നമുക്ക്, അതായിരിക്കും നല്ലത്. എന്തായാലും ഇതിൻ്റെ അടിയിലുള്ള വയറ് എടുത്ത് മാറ്റാം, എന്നിട്ട് ഇങ്ങനെ തിരിച്ചാൽ കിട്ടുമല്ലോ. ഓക്കെ, സാധനം എന്തായാലും ഊരി വരുന്നുണ്ട്. നമുക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത് വേറൊരു മോഡലാണ്, അത് വേറൊരു മോഡൽ. എന്തോ ആവട്ടെ, നമുക്ക് സാധനം എന്തായാലും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ എടുത്തിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ വയറൊക്കെ ടൈ വെച്ചിട്ടാണ് ഞാൻ കെട്ടിയിട്ടുള്ളത്, അതെന്തായാലും ഞാൻ ഊരട്ടെ. അങ്ങനെ കത്ര എടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഊരിയെടുക്കാം. ഇത് അത്യാവശ്യം ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതിൻ്റെ അത്രയും ടൈറ്റിലാണ് ഞാൻ ഇത് കെട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കത്ര ഇട്ടിട്ട് ഊരാൻ അത്യാവശ്യം ടാസ്ക്കാണ്. പിന്നെ നമുക്ക് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ദൂരത്തോട്ടൊക്കെ പോകുമ്പോൾ ഓഡിയോൻ്റെ ക്വാളിറ്റി കുറച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, അങ്ങനെ എല്ലാ ടൈം കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വയറിനെ നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനെന്തായാലും ഞാൻ ഇപ്പം തന്നെ ഈ സ്റ്റാൻഡിലേക്ക് മൈക്ക് കണക്ട് ചെയ്യുന്നില്ല. ഇതെന്തായാലും നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഇവിടെ വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു മൈക്ക് കണക്റ്റ് ആക്കണ്ട, ആ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ പറഞ്ഞുതരാം ഇതെങ്ങനെയുണ്ട് എന്ന്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടേണ്ട എല്ലാ സാഹചര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മെയിൻ പ്രയോറിറ്റി നമ്മളെ മൈക്കിനായിരുന്നു. എന്തായാലും മൈക്ക് സെറ്റായി. അതുപോലെ നമുക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ചെയർ. നമ്മൾ ഇത്രയും കാലം ഒരു മരത്തിൻ്റെ ടൈപ്പ് ആ ഒരു കസാലയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും ഒരു മടിയൊക്കെ വരും. പക്ഷേ ഈ ഒരു കസാരയിൽ ഇരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി. പിന്നെ അത് ഇവിടെയൊക്കെ എന്തൊക്കെയോ ഡാമേജൊക്കെ ഉണ്ട്, അതൊക്കെ ലെവൽ ചെയ്ത് എടുക്കണം. പിന്നെ വെള്ളവും കുറച്ച് ഉണങ്ങാനുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴ ആയതുകൊണ്ട് ഇതങ്ങനെ ഉണക്കിയെടുക്കാനും നമുക്ക് പറ്റത്തില്ല. എന്തായാലും അത്യാവശ്യം സെറ്റ് ചെയറാണ്, നമുക്ക് എന്തായാലും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തായാലും ഈ ഒരു മൈക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ വെക്കണം. അതിന് മുമ്പേ സ്റ്റാൻഡ് കുറച്ച് ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കാനുണ്ട്. അതുപോലെ ഈ മൈക്ക് ഈ ഒരു മൈക്ക് ഇവിടെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഞാനിത് ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ചാൽ പോലും ആ മൈക്കിൽ റെക്കോർഡാവും. അതാണ് ആ മൈക്കിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ മുമ്പത്തെ മൈക്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അൺബോക്സ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡിലാണ് അൺബോക്സ് ചെയ്തത്. നമ്മളെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് ഈ ഒരു മൈക്ക് എടുത്തിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ കണക്ട് ചെയ്തിട്ട് എന്തായാലും സെറ്റാക്കി വെക്കാം. എന്താ വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവണം, എന്തെങ്കിലും വന്ന് തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ തീരുമാനമായി. അപ്പോൾ എന്തായാലും ഫൈനലി നമ്മളെ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ PC സെറ്റപ്പിൻ്റെ. എന്തായാലും ഈ ഒരു മൈക്കും കൂടി വന്നപ്പോൾ കിടിലായി. എന്തായാലും നൈറ്റുള്ളൊരു വ്യൂവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇതാ മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തു. ഈ ഒരു സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വയറൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വയറാണ്. അതൊക്കെ ഒന്ന് നമുക്ക് ടൈ ഇല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് ടൈ കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് ടൈ ചെയ്ത് വെക്കണം, സെറ്റാക്കി വെക്കണം. എന്തായാലും നമ്മളെ മൈക്കും കാര്യങ്ങളൊക്കെ ഫുൾ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇനി തൊട്ട് നല്ല കിടിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് പരമാവധി നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊരു ചെറിയ അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ്. ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ വൈഫൈ മോഡത്തിൽ നിന്ന് നമ്മളെ PC-യിലേക്ക് ഡയറക്റ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്തടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.